നിങ്ങൾ പറ്റിക്കപ്പെടുകയായിരുന്നു. സത്യം പറയാമല്ലോ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ദേഷ്യം വരും. ഒരു AC വാങ്ങാൻ വേണ്ടി ഷോറൂമിൽ പോയ സമയത്ത് അവിടുത്തെ സെയിൽസ്മാൻ പറഞ്ഞത് ഒന്ന് ഓർത്തു നോക്കൂ. സാർ ഇതെടുത്തോളൂ, ബില്ല് 40% വരെ കുറയും, ഇൻവെർട്ടറാണ്, കറണ്ട് ലാഭിക്കും. നിങ്ങൾ അവരെ വിശ്വസിച്ചു. നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ പണം ആ ബോക്സിന് മുകളിലുള്ള തിളങ്ങുന്ന സ്റ്റിക്കർ കണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾ 28,000 ബഡ്ജറ്റ് AC വാങ്ങിയ ആളാകട്ടെ, അല്ലെങ്കിൽ 50,000 ഹൈ എൻഡ് മോഡൽ വാങ്ങിയ ആളാകട്ടെ, ബില്ല് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെ പേടിക്കാറുണ്ട്. പലരും വിചാരിക്കുന്നത് വില കൂടിയ AC വാങ്ങിയാൽ മാത്രമേ കറണ്ട് ലാഭിക്കാൻ സാധിക്കൂ എന്നാണ്. എന്നാൽ സത്യം അതല്ല. മാസങ്ങൾ കഴിഞ്ഞ് കയ്യിലേക്ക് കിട്ടിയ ആ KCB ബില്ല് കണ്ടപ്പോൾ കുറഞ്ഞില്ല എന്ന് മാത്രമല്ല, പലർക്കും പഴയ AC കൂടുതൽ തുകയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണിത്? വലിയൊരു തുക AC മുടക്കിയിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സത്യം പറയാം, ഇത് AC കുഴപ്പമല്ല. ഇത് നിങ്ങളോട് ആരും പറഞ്ഞു തരാത്ത ഷോറൂമുകാരും ഇൻസ്റ്റാളർമാരും ബോധപൂർവം മറച്ചുവെക്കുന്ന 3 വലിയ തെറ്റുകളുടെ ഫലമാണ്. ഈ 3 തെറ്റുകൾ നിങ്ങൾ ഇപ്പോൾ ശരിയാക്കിയാൽ നിങ്ങളുടെ കയ്യിലുള്ള ഇതേ AC കൊണ്ട് തന്നെ വർഷം 14,000 കൂടുതൽ ലാഭിക്കാൻ സാധിക്കും. ₹1 പോലും അധികം മുടക്കേണ്ട. വെറുമൊരു റിമോട്ടർ സെറ്റിംഗ് കൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ AC ഒരു പണം ലാഭിക്കുന്ന മെഷീനാക്കി മാറ്റാം. ഒരു ബൈറേറ്റ് ഓഡിറ്റർ എന്ന നിലയിൽ ഇന്ന് ഞാൻ ഈ 3 ചതിക്കുഴികൾ ഓരോന്നായി എക്സ്പോസ് ചെയ്യുകയാണ്. ഇത് വെറുമൊരു ടെക് വീഡിയോ അല്ല, ഇത് നിങ്ങളുടെ പോക്കറ്റിലെ പണം ലാഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ വീഡിയോയുടെ ഓരോ സെക്കൻഡും ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യത്തെ തെറ്റിലേക്ക് കടക്കാം. ഇത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഷോറൂമിൽ നിങ്ങൾ കാണുന്ന ആ 5 സ്റ്റാർ സ്റ്റിക്കർ, അത് ശരിക്കും 5 സ്റ്റാർ തന്നെയാണോ? ഇവിടെയാണ് ഗെയിം നടക്കുന്നത്. ഇന്ത്യയിൽ B എന്ന സർക്കാർ ഏജൻസി ഓരോ 2 വർഷവും പവർ സേവിംഗ് നിയമങ്ങൾ കർശനമാക്കും. അതായത് 2022 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു AC 2024 ആകുമ്പോൾ അത് 4 സ്റ്റാർ ആയി മാറും. 2026 ആകുമ്പോൾ അത് വെറും 3 സ്റ്റാർ ആയി മാറും. ഷോറൂമുകാർ പലപ്പോഴും പഴയ സ്റ്റോക്ക് തീർക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളോട് പറയാറില്ല. ആ പഴയ സ്റ്റിക്കർ കണ്ട് നിങ്ങൾ AC വാങ്ങും. പണം നൽകുന്നത് 5 സ്റ്റാറിന്, പക്ഷെ വീട്ടിൽ കൊണ്ടുവരുന്നത് ഇന്നത്തെ കാലത്തെ 3 സ്റ്റാർ. അതുകൊണ്ട് ഇന്നു മുതൽ AC വാങ്ങാൻ പോകുമ്പോൾ ആ സ്റ്റിക്കറിലെ വർഷം നോക്കൂ. 2024 അതിനു മുൻപത്തേതോ ആണെങ്കിൽ നിങ്ങൾ വാങ്ങുന്നത് ഇന്നത്തെ കാലത്തെ ഒരു 5 സ്റ്റാർ AC അല്ല. ഇത് ഷോറൂമിൽ ചോദിച്ചാൽ അവർക്ക് കൃത്യമായ ഒരു മറുപടി ഉണ്ടാകില്ല. ഇത് വലിയൊരു ബിസിനസ് തന്ത്രമാണ്. നിങ്ങളതിൽ വീണു പോകരുത്. ഇനി ഇതിനേക്കാൾ വലിയ ചതിക്കുഴി, ടണേജ്. എന്താണ് ഈ ഇൻവെർട്ടർ ACയുടെ മാജിക്? നമ്മൾ വിചാരിക്കുന്നത് ഇൻവെർട്ടർ AC എന്നാൽ കറണ്ട് കുറവ് വലിക്കുന്ന മെഷീൻ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. സാധാരണ AC ഇടയ്ക്കിടെ ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യുമ്പോൾ വലിയ തോതിൽ കറണ്ട് വലിക്കും. എന്നാൽ ഇൻവെർട്ടർ AC ഒരിക്കലും ഓഫ് ആകില്ല. മുറി തണുത്താൽ അത് അതിന്റെ സ്പീഡ് പതുക്കെ കുറയ്ക്കും. അതിനെയാണ് ത്രോട്ട്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. മുറിയിലെ തണുപ്പ് നിങ്ങൾ സെറ്റ് ചെയ്ത ആ പോയിന്റിൽ എത്തണം. എങ്കിൽ മാത്രമേ ACക്ക് പവർ കുറയ്ക്കാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ മുറിക്ക് 1.5 ടൺ AC വേണമെന്നിരിക്കട്ടെ. നിങ്ങൾ 5,000 രൂപ ലാഭിക്കാൻ വേണ്ടി ഒരു 1 ടൺ AC അവിടെ വെച്ചു. എന്ത് സംഭവിക്കും? ആ AC എത്ര കഷ്ടപ്പെട്ടാലും മുറി തണുപ്പിക്കില്ല. തണുക്കാത്തത് കൊണ്ട് കംപ്രസർ ഒരിക്കലും പവർ കുറയ്ക്കില്ല. അതായത് 42,000 രൂപ കൊടുത്തു വാങ്ങിയ ഇൻവെർട്ടർ AC ഒരു നോർമൽ ACയേക്കാൾ കൂടുതൽ വൈദ്യുതി വലിച്ചുകൊണ്ട് 24 മണിക്കൂറും ഓടും. ഇൻവെർട്ടർ എന്ന ആ ടെക്നോളജി അവിടെ 0 ആയി മാറി. നമുക്ക് കേരളത്തിലെ സാഹചര്യം കൂടി മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിൽ വെറും ചൂട് മാത്രമല്ല പ്രശ്നം, ഹ്യൂമിഡിറ്റി അഥവാ അന്തരീക്ഷത്തിലെ ഈർപ്പമാണ് വില്ലൻ. ടണേജ് കുറഞ്ഞ AC മുറി തണുപ്പിക്കാൻ ശ്രമിക്കും, പക്ഷേ ഈർപ്പം വലിച്ചെടുക്കാൻ അതിന് സാധിക്കില്ല. നിങ്ങൾ തെർമോമീറ്ററിൽ നോക്കുമ്പോൾ തണുപ്പുണ്ടാകും, പക്ഷെ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നും, ശരീരം ഒട്ടുന്ന പോലെ തോന്നും. ഇതൊഴിവാക്കാൻ കൃത്യമായ ടണ്ണേജ് വേണം. ഷോറൂമുകാരൻ ലാഭം നോക്കി നിങ്ങൾക്ക് ടണ്ണേജ് കുറഞ്ഞ AC തന്നാൽ നിങ്ങൾ അന്ന് ലാഭിക്കുന്ന 5,000 വെറും 2 മാസം കൊണ്ട് കറണ്ട് ബില്ലിലൂടെ തിരിച്ചു പോകും. പോരാത്തതിന് ഫുൾ ലോഡിൽ ഓടുന്നത് കൊണ്ട് 3 വർഷം കൊണ്ട് AC കംപ്ലൈന്റ് ആകും. ഷോർട്ട് ടൈം ലാഭം നോക്കി ലോങ് ടൈം ദുരന്തം ഒരിക്കലും വാങ്ങരുത്. രണ്ടാമത്തെ തെറ്റ്, ഇത് നിങ്ങളുടെ കയ്യിലുള്ള ആ റിമോട്ടാണ്. 18 ഡിഗ്രി ട്രാപ്പ്. AC ഓൺ ചെയ്ത ഉടൻ റിമോട്ട് എടുത്ത് 18 ഡിഗ്രിയിലേക്ക് വെക്കുന്ന എത്ര പേർ ഇപ്പോൾ ഇത് കാണുന്നുണ്ടാകും? കമന്റിൽ ഒന്ന് പറയൂ. നിങ്ങൾ വിചാരിക്കുന്നത് 18 ഇട്ടാൽ മുറി വേഗത്തിൽ തണുക്കുമെന്നാണ്, അല്ലേ? എന്നാൽ അത് തെറ്റാണ്. ഒരു ACക്ക് തണുപ്പിക്കാൻ ഒരു നിശ്ചിത വേഗതയുണ്ട്. അത് 18 ഇട്ടാലും 24 ഇട്ടാലും ഒരേ സ്പീഡിലാണ് വായു തണുപ്പിക്കുന്നത്. വ്യത്യാസം ഇതാണ്. 24 ഇട്ടാൽ മുറി തണുത്ത് കഴിയുമ്പോൾ AC അതിന്റെ പവർ കുറയ്ക്കും. എന്നാൽ 18 ഇട്ടാൽ ഒരു ടാർജറ്റിലെത്താൻ ACക്ക് ഒരിക്കലും കഴിയില്ല. കേരളത്തിലെ പുറത്തെ ചൂട് 35 ഡിഗ്രി ഉള്ളപ്പോൾ മുറിക്കുള്ളിൽ 18 ഡിഗ്രി എത്തിക്കുക എന്നത് ഒരു ചെറുകിട ACക്ക് അസാധ്യമാണ്. ഫലം, ഇൻവെർട്ടർ കംപ്രസർ പവർ കുറയ്ക്കാതെ ഫുൾ പവറിൽ മണിക്കൂറുകളോളം ഓടും. 40,000 മുടക്കി നിങ്ങൾ വാങ്ങിയത് ഇൻവെർട്ടർ AC ആണെങ്കിലും
നിങ്ങളുടെ ഉപയോഗം കൊണ്ട് അത് പഴയൊരു നോൺ ഇൻവെർട്ടർ AC പോലെ വർക്ക് ചെയ്യും. ഗവൺമെന്റ് ഏജൻസിയായ ബി ഔദ്യോഗികമായി പറയുന്നത് 24°C ആണ് ഏറ്റവും ഐഡിയൽ എന്നാണ്. ഇതിന് പുറകിൽ കൃത്യമായ ഒരു ശാസ്ത്രമുണ്ട്. 24 നിന്ന് താഴോട്ട് പോകുന്ന ഓരോ ഡിഗ്രിക്കും നിങ്ങളുടെ ബില്ല് 6 മുതൽ 8% വരെ കൂടും. നിങ്ങൾ സ്ഥിരമായി 18 ഇടുന്ന ആളാണെങ്കിൽ 24 ഇടുന്ന ഒരാളേക്കാൾ മാസം 1500 നിങ്ങൾ അധികം നൽകുന്നുണ്ട്. വർഷം 14,400. ഇതൊരു ചെറിയ തുകയല്ല. ഒരു വർഷം കൊണ്ട് ഒരു പുതിയ AC പകുതി വിലയാണ് നിങ്ങൾ വെറുതെ KECBക്ക് നൽകുന്നത്. ഇതൊന്ന് മാറ്റി ചിന്തിക്കൂ. AC 24°യിൽ വെക്കുക. കൂടെ സീലിംഗ് ഫാൻ സ്പീഡ് 2ൽ ഓൺ ചെയ്യുക. ഇതിന്റെ ഗുണം എന്താണെന്നറിയാമോ? ഫാൻ മുറിയിലെ തണുത്ത കാറ്റിനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിരന്തരം എത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് 22°യുടെ സുഖം കിട്ടും. പക്ഷേ AC കത്തുന്നത് 24°യുടെ കറണ്ട് മാത്രമായിരിക്കും. ഇതിലൂടെ മാത്രം മാസം 800 രൂപ ലാഭിക്കാനും സാധിക്കും. അതുപോലെ നിങ്ങളുടെ AC സ്ലീപ്പ് മോഡ്. ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീര താപനില കുറയും. സ്ലീപ്പ് മോഡ് ഇട്ടാൽ AC ഓരോ മണിക്കൂറിലും സ്വയം ഓരോ ഡിഗ്രി വീതം താപനില ഉയർത്തും. പുലർച്ചെയാകുമ്പോൾ മുറിയിൽ അമിതമായ തണുപ്പുണ്ടാകില്ല. നിങ്ങൾക്ക് കംഫർട്ടായി ഉറങ്ങാം. ബില്ലിൽ 15% അധികം ലാഭവും കിട്ടും. ഇതെന്ന് രാത്രി തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. 1 രൂപ പോലും ചിലവില്ലാത്ത കാര്യമാണിത്. മൂന്നാമത്തെ തെറ്റ്, നിങ്ങളുടെ ACയുടേതല്ല, അത് നിങ്ങളുടെ റൂമിൻ്റെതാണ്. ഇൻവെർട്ടർ AC ഒരു ബുദ്ധിയുള്ള മെഷീനാണ്. മുറിയിൽ ചൂട് കൂടിയാൽ അത് പവർ കൂട്ടും. തണുപ്പ് നിലനിർത്താൻ അത് പവർ കുറയ്ക്കും. പക്ഷെ നിങ്ങളുടെ മുറിയിൽ നിന്ന് തണുപ്പ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലോ നിങ്ങൾ തണുപ്പ് വാങ്ങുന്നു. മുറി അത് പുറത്തേക്ക് കളയുന്നു. ഇതിനെയാണ് ഹീറ്റ് ലീക്ക് ട്രാപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ വീടുകളിൽ കണ്ടുവരുന്ന 3 പ്രധാന ചൂട് ചോർച്ചകൾ ഇനി പറഞ്ഞു തരാം. 1. വാതിലിന്റെ അടിയിലെ ഗ്യാപ്പ്. വാതിലിന്റെ അടിയിലൂടെ തണുത്ത കാറ്റ് പുറത്തേക്ക് പോവുകയും പുറത്തെ ചൂടുവായു അകത്തേക്ക് കയറുകയും ചെയ്യും. ഇത് കാണുമ്പോൾ AC പവർ കൂട്ടും. വെറും 300 രൂപയുടെ ഒരു ഡോർ സീൽ വാങ്ങി ഒട്ടിച്ചു നോക്കൂ. മാസം 500 രൂപ ലാഭിക്കാം. 2. പടിഞ്ഞാറ് വശത്തെ ഭിത്തി. ഉച്ചവെയിൽ ഭിത്തിയിലടിച്ച് അത് ചൂട് സിമന്റ് ഭിത്തി ആഗിരണം ചെയ്യും. രാത്രി AC ഓൺ ചെയ്യുമ്പോൾ ആ ചൂട് മുറിക്കുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിന് പരിഹാരമായി ഒരു കട്ടിയുള്ള കർട്ടൻ ഉപയോഗിക്കുക. ഇത് ACയുടെ ജോലിഭാരം 20% വരെ കുറയ്ക്കും. 3. ഫിൽറ്ററുകൾ. കേരളത്തിലെ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഫിൽറ്ററുകൾ വേഗം അടയും. ഫിൽറ്ററിൽ അഴുക്ക് നിറഞ്ഞാൽ കാറ്റ് പുറത്തേക്ക് വരാൻ ACക്ക് കൂടുതൽ പവർ ഉപയോഗിക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ ബില്ല് 25% വരെ കൂട്ടും. 2 ആഴ്ചയിലൊരിക്കൽ ഫിൽറ്റർ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നത് ശീലമാക്കുക. അതിന് പണമൊന്നും ചിലവില്ല. പക്ഷെ ലാഭം വലുതാണ്. ഓരോ വേനൽക്കാലത്തിന് മുമ്പും ഒരു സർവീസ് ഉറപ്പാക്കുക. 800 രൂപ സർവീസിന് കൊടുത്താൽ വർഷം 5000 ലാഭിക്കാം. ഇതിലും മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് വേറെ ഇല്ല. അപ്പോൾ 42,000 മുടക്കി പുതിയ AC വാങ്ങുന്നതിനേക്കാൾ ബുദ്ധി നിങ്ങളുടെ കയ്യിലുള്ള AC ശരിയായി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ഇന്ന് ഓഡിറ്റ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. ടണ്ണേജ് ശരിയാണോ? പഴയ സ്റ്റാർ റേറ്റിംഗ് ആണോ നിങ്ങൾ വാങ്ങിയത്? റിമോട്ട് 24 സ്പീഡിലാണോ? സ്ലീപ്പ് മോഡും ഫാനും ഉപയോഗിക്കുന്നുണ്ടോ? മുറിയിലെ ഗ്യാപ്പുകൾ അടച്ചോ? ഫിൽറ്റർ ക്ലീൻ ആണോ? ഈ മാറ്റങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കൂ. അടുത്ത മാസത്തെ ബില്ലിൽ ആ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് കൃത്യമായ വാല്യൂ കിട്ടണം. അതാണ് ബൈറേറ്റിന്റെ ലക്ഷ്യം. നിങ്ങളുടെ മുറിയുടെ അളവും ഇപ്പോഴത്തെ KECB ബില്ലും ACയുടെ ടണ്ണേജും താഴെ കമന്റ് ചെയ്യൂ. ശരിയായ ടണ്ണേജ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് കണക്കുകൂട്ടി പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരും നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയച്ചു കൊടുക്കുക. കാരണം ആരും ഹാർഡ് വർക്കിന്റെ പണം KECBക്ക് വെറുതെ നൽകാൻ പാടില്ല. ശരിയായത് വേണം അവർ തിരഞ്ഞെടുക്കാൻ. ബുദ്ധിപൂർവ്വം ജീവിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.